നൽകുവാനായി ആൻ്റണി മാഷിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം നൽകുവാനായി സജിതയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കയ്യടി പോരാട്ടാ. മാഷെ, ഞങ്ങൾക്ക് വേണ്ടി 2 വാക്ക്. വേദിയിലെ എൻ്റെ സഹപ്രവർത്തകരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ അവരുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ മഹേഷ് സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, ചൂരൽ വഴിയായിട്ടും ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ച അധ്യാപകരെക്കുറിച്ച് അദ്ദേഹം വളരെ വാചാലനായി. മാത്രമല്ല, എന്നെ പ്രത്യേകിച്ചൊന്ന് നോക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. കാരണം ഞാൻ ദീപ്തിയിൽ പഠിപ്പിക്കാൻ വന്ന അവസരത്തിൽ ചുട്ട അടിയടിക്കാൻ നിർബന്ധിക്കുന്ന രക്ഷിതാക്കൾ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. അത് ഒരു പരിധിവരെ ഞാൻ ഉപകാരപ്പെടുത്തിയിട്ടുമുണ്ട്. മിക്കവാറും എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലുള്ളവർക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ടായേക്കാം. പക്ഷെ എന്നിട്ട് പോലും 25 വർഷങ്ങൾക്ക് ശേഷം എന്നെ ഓർക്കാനും ഇങ്ങനെ ഒരു വേദിയിലേക്ക് വിളിക്കാനും പാരിതോഷികങ്ങൾ നൽകാനുമായിട്ട് നിങ്ങൾ കാണിച്ച ആ ഉദ്യമത്തിന് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്താണ്. ഇങ്ങനെയുള്ള ഒത്തുകൂടലിൽ ഞാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടാറുള്ളൊരു കാര്യം, നമ്മളിങ്ങനെ സമ്മേളിക്കുന്ന സമയത്ത് ആ മീറ്റിംഗ് നടക്കുന്ന ഹാളിൽ എവിടെയായിരുന്നാലും കുറേ പേര് ഒഴിഞ്ഞു മാറി വിഷമിച്ച പോലെയൊക്കെ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറങ്ങിത്തിരിഞ്ഞ് അവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ പലരും പറഞ്ഞത്, അവരൊക്കെ വലിയ ആൾക്കാർ മാഷേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവർ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റു നിലയ്ക്ക് അവർ വളരെ പിന്നോക്കമായിട്ട് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ യോഗങ്ങളിലെല്ലാം ഞാൻ ആവശ്യപ്പെടാറുണ്ട്, ഇന്നും ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വർഷത്തെ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ അന്നൊക്കെ ഒരു 200-300 പേര് കുറയാത്തവർ ഉണ്ടായിരുന്നു. അതിൽ ചുരുക്കം ചിലരെങ്കിലും ഇങ്ങനെ പ്രയാസപ്പെടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരെയൊക്കെ സഹായിക്കുന്നതിന് കൂടിയിട്ട് വേണ്ടിയായിരിക്കാം നിങ്ങൾ ടെസ്റ്റൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് പറ്റുന്ന സഹായം അതിലേക്ക് ചെയ്യാനായിട്ടും സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെ ഇങ്ങനെ സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തി അതിന് സഹായിക്കാൻ നിങ്ങൾ ഇനിയും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ സംരംഭത്തിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും, കൂട്ടത്തിലുള്ള എല്ലാവരെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.